ഇടതടവില്ലാതെ ഏറ്റവും കൂടുതൽ കാലം ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ കരുത്തുമായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ഏഴാമത്തെ സമ്പൂർണ്ണ ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ഈ ബജറ്റിൽ കേരളത്തിന് സഹായം വല്ലതും കിട്ടുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ ആളോഹരി വരുമാനം ഇപ്പോഴത്തെ $2,700 എന്ന നിലയിൽ നിന്ന് 22 വർഷത്തിനുള്ളിൽ $15,000 ഉയരുക എന്നതാണ് വികസിത രാജ്യ പദ്ധതിയുടെ പ്രധാന മുഖമുദ്ര. ഈ ലക്ഷ്യത്തിലെത്താനായി GDP എന്ന ദേശീയ കേക്കിന്റെ വലിപ്പം ഇനിയുള്ള ഓരോ വർഷവും 8% നിരക്കിലെങ്കിലും വർദ്ധിക്കണം. എന്നാൽ വികസിത രാജ്യ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില സംഭവവാസങ്ങളുടെ നടുവിലാണ് പുതിയ ബജറ്റ് വരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ശരാശരി 8% എന്ന നിരക്കിൽ വളർന്നിരുന്ന ദേശീയ വരുമാനം നടപ്പു വർഷത്തെ, അതായത് 2024-25 രണ്ടാം പാദത്തിൽ 5.4% മാത്രം വളർച്ച രേഖപ്പെടുത്തിയതിനാൽ ഈ വർഷത്തെ മൊത്തം വളർച്ചാ നിരക്ക് 6.4% ആയിരിക്കുമെന്നാണ് ഔദ്യോഗികമായി വിലയിരുത്തിയത്. നമുക്കറിയാം, ഒരാളുടെ വരുമാനം എന്നത് മറ്റൊരാളുടെ ചെലവാണെന്ന്. ഈ യുക്തി വെച്ച് നോക്കുമ്പോൾ ഒരു ദേശത്തിന്റെ മൊത്തം വരുമാനം നിർണ്ണയിക്കുന്നത് അവിടുത്തെ വ്യക്തികളും സർക്കാരുകളും നടത്തുന്ന മൊത്തം ചെലവുകളാണ്. അതിനാൽ ഇപ്പോൾ ദേശീയ വരുമാനം ക്ഷീണിച്ചുവെങ്കിൽ അതിന് പ്രധാന കാരണം സ്വകാര്യ വ്യക്തികളും സർക്കാരും ഉപഭോഗത്തിനും നിക്ഷേപത്തിനുമായി ചെലവാക്കുന്ന തുകയിൽ വന്ന ഇടിവ് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ വരുമാനത്തിന്റെ 60% വരുന്നത് ഉപഭോഗ ചെലവുകളിൽ നിന്നാണ്. കഴിഞ്ഞ 2 വർഷമായി ഇതിന്റെ വളർച്ച മന്ദീഭവിച്ചു വരികയാണ്. പണത്തിന്റെ ക്ഷാമം തന്നെയായിരുന്നു അതിനുള്ള കാരണം. കൂലിക്ക് പണിയെടുക്കുന്നവരുടെ വരുമാനം കുറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വലിയ വർധനവുണ്ടായി. GST എന്ന നികുതി ഘടന സാധാരണക്കാരനെ കൂടുതൽ ബാധിക്കുന്ന തരത്തിലായി. കുടുംബങ്ങളുടെ കടബാധ്യതകൾ കാര്യമായി ഉയർന്നു. തൊഴിലവസരങ്ങൾ കാര്യമായി ഉയർന്നതുമില്ല. ഇങ്ങനെ പോകുന്നു ഉപഭോഗ ചെലവ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെയും മധ്യവർഗത്തിന്റെയും കൈവശം കൂടുതൽ പണം എത്തിക്കാനും അതുവഴി ഉപഭോഗത്തെ ഉണർത്താനുമുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാവും. 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവരാണ് വ്യക്തിഗത ആദായ നികുതിയുടെ ഭൂരിഭാഗവും അടയ്ക്കുന്നത്. അതിനാൽ വരുമാനത്തിന്റെ താഴെ ശ്രേണിയിലുള്ളവർക്ക് ഇളവുകൾ പ്രഖ്യാപിക്കാവുന്നതാണ്. പുതിയ ആദായ നികുതി സമ്പ്രദായത്തിലെ നികുതിരഹിത അടിസ്ഥാന വരുമാനത്തിന്റെ പരിധി 5 ലക്ഷം രൂപയാക്കാം. അതുപോലെ 15 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരുടെ മേലുള്ള നികുതി നിരക്ക് കുറയ്ക്കുന്നത് വിലക്കയറ്റവും കടബാധ്യതയും കൊണ്ട് പൊറുതിമുട്ടിയവർക്ക്, പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിലെ ഇടത്തരക്കാർക്ക് അതൊരു തുണയാകും. ഉപഭോഗം കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്താകുന്നത് നിക്ഷേപ ചെലവുകളാണ്. ദേശീയ വരുമാനത്തിന്റെ 33% അതിന്റെ സംഭാവന. കുറെ നാളുകളായി അത് ഏതാണ്ട് നിശ്ചലാവസ്ഥയിലാണ്. നിക്ഷേപ ചെലവ് ദേശീയ വരുമാനത്തിന്റെ 40% ഉയർന്നാലേ പ്രതിവർഷം 8% വളർച്ചാ നിരക്ക് എന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയും. തൊഴിൽ സാധ്യതകൾ ഏറെയുള്ള ടൂറിസം മേഖലയിലും നാം പിന്നിലാണ്. ഇന്ത്യയിലാകെ ഒരു വർഷം വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ദുബായ് എന്ന ഒറ്റ നഗരത്തിൽ ടൂറിസ്റ്റുകളായി എത്തുന്നത്. അമേരിക്കയിലെ ട്രംപിന്റെ രണ്ടാം വരവ് ആഗോളതലത്തിൽ വിദേശ വ്യാപാരത്തിന്റെയും നിക്ഷേപങ്ങളുടെയും കാര്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ഉദാഹരണമായി, ഡോളറിന്റെ മൂല്യം ഉയരുന്ന കാര്യം ഏതാണ്ട് തീർച്ചയാണ്. ഇത് അമേരിക്കയിലേക്കുള്ള പണമൊഴുക്കിന് ആക്കം കൂട്ടുകയും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ വിദേശ നിക്ഷേപത്തിന് ദോഷകരമാവുകയും ചെയ്യും. ഇത്തരം വിഷമസന്ധികൾ നേരിടാനുള്ള നയങ്ങൾ കൂടി ബജറ്റിൽ ഉണ്ടാകാനാണ് ഇട.